the students. Teachers keep silence in the auditorium. Now prayer time. Prayer, Maisha. Country or in the sun, my brothers and sisters, I love my country and I am proud of it, rich and very heritage. I shall try to be lucky of it. I shall give my parents, teachers and elders, respect everyone with courtesy. To my country and my people, I pledge my nation in the well-being, I prosperity, I love my happiness. Good morning to all, respected principal, teachers and all my dear friends. First of all, I wish you all a very happy Children's Day. Children's Day is celebrated on 14th November every year in India. It is the birth anniversary of our first Prime Minister Pandit Jawaharlal Nehru. He loved children very much, so we called him Chacha Nehru. He believed that the children are the future of the nation. Children's Day reminds us that the importance of children in the family, society and country. Here, my duty is welcome to all this function. First of all, I welcome MET Principal Chekuti Sir to this function. Next, I would like to welcome MET Chairman C.C. Kunu Sir to this function. Next, I would like MET Manager Mustafa Edisheri Sir and I welcome Abu Bakr Siddiq Sir to this function. Now I conclude my words. Once again, I wish you happy Children's Day. Thank you. Respected Principal, Management, Trust members, teachers and my dear friends. Today, November 14th, we celebrated Children's Day. It is the birthday of our first Prime Minister Pandit Jawaharlal Nehru. Today, my duty is to preside over this function. First, we start our program with prayer. I welcome Chairman for inauguration this program. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala arsalafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. ഈ പരിപാടിയുടെ അധ്യക്ഷ ഹൈമ നമ്മളെല്ലാവരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്ത റിയ അസിൻ, പ്രതിജ്ഞ ചൊല്ലിത്തരുന്ന ഐറ മറിയാം തുടങ്ങിയ ഇന്നത്തെ ഈ ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പുകാർ, അതോടൊപ്പം നമ്മുടെ സ്ഥാപനത്തിൻ്റെ സാരഥി ചേക്കുട്ടി പരവക്കൽ അവർ,
അതിനേക്കാളുപരി നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു രക്ഷാധികാരി എന്ന നിലയിൽ കാണേണ്ട നമ്മുടെ PTA പ്രസിഡന്റ് സിദ്ദീഖ് അവർ, നല്ലവരായ അധ്യാപകന്മാരെ, എൻ്റെ പിഞ്ചോമന സഹോദരന്മാരെ, ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് കുറിച്ച ദിവസമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുമല്ലോ അത്. ഇന്ത്യ എന്ന നമ്മുടെ ഈ ഒരു മഹത്തായ രാഷ്ട്രത്തെ, ഭാരതമെന്ന ഈ മഹത്തായ നാമത്തെ, ഈ വലിയ ലോകത്തിലെ ഒരു രാഷ്ട്രത്തിന്, ഏറ്റവും കൂടുതൽ ജനം തിങ്ങിപ്പാർക്കുന്ന ഈ രാഷ്ട്രത്തിന് ഊടും പാവും ഉണ്ടാക്കിയ, അടിത്തറ പാകിയ, ലക്ഷ്യം സ്ഥാപിച്ച ഒരു മഹാരഥൻ്റെ ജന്മദിനമാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ ഭരണകർത്താക്കളുടെ കൂട്ടത്തിലൊരു വ്യക്തിത്വം മാത്രമല്ല, അതിനേക്കാൾ ഉപരി ആഗോള രാഷ്ട്രീയത്തിലും അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരിൽ സ്വാതന്ത്ര്യ സമരം നയിച്ച വിഷയത്തിലും, അങ്ങനെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ദീർഘകാലം ഇന്ത്യയുടെ പ്രസിഡന്റായി ഭരണം ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്ത കാലഘട്ടം കൊണ്ട് ലോകത്തിൻ്റെ മറ്റ് രാഷ്ട്രങ്ങളെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭരണഘടനയും ഒരു ഭരണ സംവിധാനവുമെല്ലാം ഉണ്ടാക്കുന്നതിൽ മുന്നിൽ നിന്ന വ്യക്തിത്വമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടന ഇന്ന് ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായി കരുതുന്ന, ഏറ്റവും ഉത്തമമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ്റെ ഭരണഘടന. ആ ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ അതിൻ്റെ ആമുഖം എഴുതിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ആ ഭരണഘടന എഴുതുന്ന സമയത്ത് തന്നെ 3 വർഷത്തിലധികം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടിയിട്ടാണ് ഭരണഘടന രൂപപ്പെടുത്തിയത്. അപ്പോൾ ആ ഭരണഘടന രൂപപ്പെടുത്തുന്നതിൻ്റെയൊക്കെ ശേഷം പല വിഷയങ്ങളിൽ ഇതിലെല്ലാം ഒരുപാട് പറയാൻ, നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ആമുഖം എഴുതിയ ആൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ആ ആമുഖം എഴുതുമ്പോൾ ഒരു വലിയ തർക്കം, 100ഓളം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അംഗങ്ങളുള്ള അംബേദ്കർ ചെയർമാനായ ഭരണഘടനാ സമിതിയിൽ ഒരു വലിയ തർക്കം രൂപീകരിച്ചു. അപ്പോൾ തർക്കം രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനം ഒരു കാഴ്ചപ്പാടാണ്. ഭരണഘടന തുടങ്ങുന്നത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നായിരിക്കണം എന്നൊരു വിഭാഗം അതിലത്തെ അംഗങ്ങൾ വാദിക്കുകയും, മറുവശത്ത് ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ബൈ ദ പീപ്പിൾ അല്ല, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഇന്നത്തെ ഭരണഘടനയിലെ വാചകങ്ങൾ വേണമെന്ന് ജവഹർലാൽ നെഹ്റുവും ഒരു വിഭാഗം ആളുകളും അഭിപ്രായപ്പെടുകയുണ്ടായി. അങ്ങനെ അത് സംബന്ധിച്ച ചർച്ച, സംവാദം വളരെ നീണ്ടുപോവുകയും ഒരു തർക്കത്തിൻ്റെ വക്കിലെത്തുകയും ഒരു ആശയ സമന്വയം രൂപീകരിക്കാൻ പറ്റാതെ വരികയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അത് വോട്ടിനിടാൻ തീരുമാനിച്ചു. വോട്ടിനിടുമ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആശയക്കാർ മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ ഈ പ്രമേയം പിൻവലിക്കണം.
സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരാളുമാണ്. അദ്ദേഹം അമേരിക്കയിൽ ഡബിൾ PhD വാങ്ങിക്കൊണ്ടാണ് അമേരിക്കയിൽ നിന്നും നിയമബിരുദം നേടി വന്നത്. അമേരിക്കയിൽ പഠിക്കാൻ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് എല്ലാം കൊടുത്തിരുന്നത് പാട്യാല രാജാവിൻ്റെ സ്കോളർഷിപ്പിലാണ് അദ്ദേഹം പഠിച്ചു വന്നത്. ആ അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണത്തിൻ്റെ ഏറ്റവും വലിയ ശില്പി. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ഗ്രന്ഥമാണ്, ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ്റെ ഭരണഘടന. അത് രൂപീകരിക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ച എല്ലാ വ്യക്തിത്വങ്ങളും വളരെ വളരെ ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളായിരുന്നു. അതിന് മൊത്തം കാഴ്ചപ്പാടും ദിശാബോധവും മാർഗദീപവുമായി വർത്തിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ആ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ന് ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ഇന്ത്യയിലുള്ള കുട്ടികൾ മുഴുവൻ സന്തോഷത്തോടെ ആചരിക്കുന്നത്. ഈ ചിൽഡ്രൻസ് ഡേ എന്ന് ഈ ജന്മദിനത്തിന് പേര് വെക്കാൻ തന്നെ കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എവിടെ ചെന്നാലും അവിടുത്തെ കുട്ടികളോട് കൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകൂടി. അതുകൊണ്ട് അന്നത്തെ സരോജിനി നായിഡു ആണ് ഈ ദിവസത്തിന് ഇങ്ങനെ ഒരു പേര് വെക്കണമെന്ന് തന്നെ നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നവംബർ 14 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ചിൽഡ്രൻസ് ഡേ ആയി കൊണ്ടാടുവാൻ, ആഘോഷിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചതും അന്നു മുതൽ ഇതുവരെ അങ്ങനെ നടന്നു വരും. അത്തരമൊരു നല്ല മുഹൂർത്തത്തിൽ, നല്ല സന്ദർഭത്തിൽ സ്മരിക്കേണ്ട, സന്തോഷത്തോടെ സ്മരിക്കേണ്ട, സ്നേഹത്തോടെ സ്മരിക്കേണ്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഓർമ്മയിലാണ് നാം ഇവിടെ കൂടിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഉള്ളത്. നിങ്ങളുടെ ഈ ധവള വസ്ത്രങ്ങൾ തന്നെ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ തെളിവായി കാണിക്കുന്നു. ഏതായാലും ഈ പരിപാടി ഒരു വലിയ ദീർഘമായിട്ടുള്ള പ്രസംഗത്തിൻ്റെ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ സർഗവാസനകളെ, കഴിവുകളെ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി അവസരമാണിത്. ഈ സമയത്ത് നിങ്ങളിലുള്ള കഴിവുകൾ വളർത്തുക, ഉണർത്തുക, ഉയർത്തുക എന്നതാണ് ഇവിടുത്തെ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കാൻ വേണ്ടി ഇത് സംഘടിപ്പിച്ച ഇവിടുത്തെ അധ്യാപകരെയും ഇതിൽ പങ്കാളിയായ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ അവസരത്തിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന കെലിമത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സ്ഥാപന ചെയർമാൻ സിസി കുഞ്ഞുഹാജി സാഹിബ് അവറുകളെ, പ്രിയപ്പെട്ട സ്ഥാപന പ്രിൻസിപ്പാൾ ശ്രീ ചേക്കുട്ടി പരവക്കൽ സാർ അവറുകളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട പിഞ്ചോമനകളെ, എന്നെ എല്ലാവർക്കും കാണുന്നുണ്ടോ? ഇല്ല. കാണുന്നുള്ള കുട്ടികളൊക്കെ ഒന്ന് വായൊന്ന് സിബിട്ടാട്ടെ, കൈയൊന്ന് കെട്ടിക്കാട്ടെ. കെട്ടിയോ? നന്നായി കെട്ടിയോ? കെട്ടിക്കണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇന്ന് ആരുടെ ജന്മദിനമാണ് നാം ആഘോഷിക്കുന്നത്? ഈ ജവഹർലാൽ നെഹ്റുവിനെ നിങ്ങളെപ്പോലത്തെ കുട്ടികൾ എന്താ വിളിച്ചിരുന്നത്? നല്ല കുട്ടികളാങ്ങളട്ടെ. ഒന്ന് കയ്യടിച്ചാട്ടെ. മതി. അപ്പോ നമ്മളെ മുന്നില് ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഗാന്ധിജി ഉണ്ട്. അങ്ങനെ കുറെ കണ്ടിനാ ഗാന്ധിജിനൊക്കെ. നമ്മളെ ഇവിടുത്തെ ഈ സ്റ്റേജിന്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് അവരിങ്ങനെ വരുമ്പോ എന്തോരു രസമായിരുന്നേ. നിങ്ങളവരെ കണ്ടിരുന്നോ? നിങ്ങൾക്ക് ബലൂൺ തന്നോ? ബലൂൺ പൊട്ടിച്ചോ? അതാ
എന്നാ പുതിയ ബലൂൺ അടുത്ത് ചാച്ചാജിയുടെ ജന്മദിനത്തിന് എല്ലാവർക്കും ബലൂൺ ഉണ്ടാവും കേട്ടോ. അപ്പോ ചാച്ചാജിനെ പറ്റിയിട്ട് ചെറിയ 2 വാക്ക് ഞാൻ പറയാം, ഒരാശംസ പറയുന്നതിന് മുമ്പ്. ഈ കുട്ടികളെ നല്ലോ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. നിങ്ങളെപ്പോലത്തെ കുട്ടികളെ, നിങ്ങൾ കുട്ടികളല്ലേ? കുട്ടികളാണോ? ആ ജവഹർലാൽ നെഹ്റു എന്റെ അച്ഛന്റെ പേര് ഞങ്ങൾക്ക് അറിയോ? അതാ അറിഞ്ഞവരൊന്ന് കയ്യൊന്ന് ചേട്ടെ, അറിയുന്ന ആളുകള്. എന്താ പേര്? നല്ല കുട്ടി. ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കാണ്ട. എവിടെ കുട്ടിയുടെ? അപ്പൊ മോഹൻലാൽ നെഹ്റു. ഈ ജവഹർലാൽ നെഹ്റു അമ്മന്റെ പേരെന്താ അറിയോ? എന്താണ്? സ്വരൂപ റാണി. അപ്പൊ നല്ല കുട്ടികളാണ്. നിങ്ങളെപ്പോലത്തെ കുട്ടികൾ എവിടെ ഉണ്ടാവൂല കേട്ടാ. നിങ്ങൾ നല്ല കുട്ടികളാണ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞേ, നിങ്ങള് 1 വർഷം മുന്നിൽ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് കൃഷി ചെയ്യുക. 1 വർഷത്തേക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ കൃഷി ചെയ്യുക. 10 വർഷത്തേക്കുള്ള ഒരു അനുഭവം കിട്ടുവാൻ വേണ്ടിയാണെങ്കിൽ വൃക്ഷം നടണം. 1 നൂറ്റാണ്ടിനാണെങ്കിലോ കുട്ടികളെ, നിങ്ങളെപ്പോലത്തെ കുട്ടികളെ നന്നായി വളർത്തണമെന്ന്. അപ്പോ നിങ്ങളൊക്കെ നന്നായി വളരണം. നിങ്ങളെ വളർത്തുന്ന അധ്യാപകരുണ്ട്, അവര് പറഞ്ഞ് നന്നായി അനുസരിക്കണം. എല്ലാവരും കൈയൊക്കെ കെട്ടിയിട്ട് ഈ പരിപാടി കയ്യോളം നല്ല കുട്ടികളായിരിക്കാം. ഇരിക്കുമോ? എന്നാ ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. Karafo won first with A grade Hindi Kavita Rachana. All of you please give a loud round of applause. Clap your hands. Next Ansila C. Next Tanha Jasmine, English Upanyasam, second with A grade. Thank you sir. Next Aisha Gasna, Kavita Rachana, English, third with A grade. Next Panchayat Kalamela, Shisa V, poem recitation, English, third with A grade. Midhati, second with A grade for Mapla Patter. Next Shasmin Kadakada, first with A grade. Haima Kayyeluthu Arabic, first with A grade. Aisha Leah CC, poem recitation, Arabic, third with A grade. Next Muhammad Anshad, Arabic Anam, second with A grade. Next Ria Asin V, action song, first with A grade. Next is a group item, patriotic song, third with A grade participants, Ayan KP, Muhammad Sufian, Reika Maharish, Aisha Leah, Rasha Fatima, Haina and Ria Asin. Please come on to the stage for receiving the award. Thank you, sir. Next, I invite Mustafa Adasheri, Manager, MET Trust for Award Distribution. Ansila C, Subdistrict Science Fair, Science Quiz High School, first with A grade. Next, Muhammad Saban,
IT Quiz High School, second with A grade. Next, Muhammad Mishal PC, Digital Painting High School, third with A grade. Muhammad Shian K, Working Model, third with A grade. And Abdul Ishaq P, Working Model, third with A grade. Next, Fatima Rifa, Product Using Waste Material, first with A grade. Next, Fatima Minha Kesi, Preparing Pattern Using Threads, second with A grade. Next, Fatima Niha MV, Beads Work, second with A grade. Next, School Arts winners. Thank you, sir. Next, I invite Mr. Abubakar Siddiq, PTA President, for the award distribution. Taral Tahani Jasmine, first A. She received maximum point for general category. Next, LP Arabic Naisa Nias. UP general category Shansa Fatima. Next, UP Arabic Risa Fatima and Aisha Mahasin. Risha Fatima first, then Aisha Mahasin. High school section general Ansila C. Famia Sharafu, Dia KT. High school section Arabic Nafi Ismail. Nifla Fatima. Muhammad Rashid. Next, Children's Day elocution winners from Tibian. First goes to Aydin Adam. Tibian students. Third, Ayan TK. UKGB, first Muhammad Sayyad. Second, Muhammad Zahan. And third, Muhammad Neshwan. LP section, first prize goes to Fisa Fatima KT from second A. Fisa Fatima, please come on to the stage immediately. Fisa Fatima. Second, Muhammad Shan from first A. Muhammad Shan from first A. And third prize, Fatima Shilsavi. LP section third and fourth standard, first prize goes to Ria Asin. Second prize Shasmeen. And third prize Shizavi. Thank you, sir. Next, I invite our principal, sir, for award distribution. Sub-district sports, Muhammad Fashan P. 400 meter sub-junior boys, third. He is in third position in 400 meter sub-junior boys, third. Next, Muhammad Hani from first C. LP Mini,
boys standing broad jump, second position. Next, Tahani Jasmine, LP Mini Girls 100-meter race, third position. Thank you, sir. Next, I invite Moeddin Ustad for award distribution. LP Mini Boys, Muhammad Hani from First C. Shahzad Aman from Second A. Shahzad Aman from Second A. Tahani Jasmine, First A. Tahani Jasmine, First A. Shahzad Aman, now on stage, Shahzad Aman, Second A. Tahani Jasmine, First A. Adnan MV, Third A. Adnan MV, Third A. School Sports Individual Champions, Adnan MV, Third A. And LP Kiddies Girls, Midha from Third B. Midha from Third B. Next, UP Kiddies Boys, Febin Muhammad, 6th standard. Febin Muhammad. Midha KP, UP Kiddies Girls, Midha KP from 5th standard. Sub-junior boys, Muhammad Shashan PK from 7th standard. Sub-junior girls, Leah Shirin B from 7th standard. Junior boys, Muhammad Jisal K from 10th standard. Muhammad Jisal K from 10th standard. Junior girls, Tanha Jaspi KC from 10th standard. Tibian elocution winners. First, Aydin Adam. Aydin Adam. Children's Day elocution winners, first position. Second, Kenza. Kenza O. Kenza O. And third, Ziyan Hazab Gurukal. Next, I invite David teacher, Tirur Sub-District Junior JRC Elocution Competition and District JRC Elocution Competition UP, first prize Ishan TK. Ishan TK. Ansila C, third prize. Next, seed as part of Blood Day, Blood Donation Day, seed poster making. Ansila got first prize. I invite chairman for award distribution. All of you please clap your hands. Give a loud round of applause. Thank you, sir. Next, I invite Reika Maharish, CC4. Respected dignitaries on the dais, here my duty is to express vote of thanks for this program. I express my to one and all who participated in this program. Thank you for your cooperation. Good morning to all. I would like to say about the Children's Day. We celebrate Children's Day 14th November. Children's Day celebrate birthday of Jawaharlal Nehru.
future of our nation. I conclude my speech. Thank you. Have a nice day. Of Pandit Jawaharlal Nehru, a visionary leader who had a deep affection for children. He believed that children are the builders of tomorrow, and he dedicated his life to shaping a better future for India. We are particularly excited to celebrate this day with our little ones of KG section, who have dressed up as our beloved national leaders. Let us give a warm welcome to our young leaders who have stepped into the shoes of some of the greatest minds in the history. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड़ उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे Ready to enjoy? Are you ready?
Okay, very good, very good. Our first program, colorful program, presented our LKG B class. A wonderful property dance. Are you ready? Okay, wow.
Banana cha-cha, banana cha-cha,
യജമാനന്റെ ബന്ധനത്തിൽ നിന്നും നിങ്ങൾ തുറന്നു വിട്ടു. നിങ്ങൾക്കെന്നെ കാണാൻ കഴിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റും. ഇങ്ങനെ കരയുന്നു. ആരാ അവിടെ കരയുന്നേ? എന്തിനാ കരയുന്നേ? അവന് പേടിയായിട്ടാ. പേടിച്ചോ? ഏതായാലും നമുക്ക് പേടിയെ ഇവിടുന്ന് ഓടിക്കാം. ഓഹോ, അപ്പോ നിങ്ങൾക്കെന്നെ ശരിക്കും കാണണം അല്ലേ? ആട്ടെ, ഇന്ന് ഏത് രൂപത്തിൽ എന്നെ കാണുന്നതാ നിങ്ങൾക്ക് ഇഷ്ടം? ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെ? എനിക്കെന്റെ അച്ഛനെ കാണണം. എന്റെ അച്ഛനെന്ന പട്ടാളത്തില ഓണത്തിന് വന്നില്ല. നിങ്ങളുടെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഞാൻ കഴിപ്പിക്കാം. എന്താ അതുപോലെ അത് മതി.
Thank you.
छोटा बच्चा जान के ना कोई आंख दिखाना रे, टुपी टुपी टप टप, टुपी टुपी टप टप, अकल का कच्चा समझ के हमको ना समझाना रे, टुपी टुपी टप टप, टुपी टुपी टप टप, भोली सूरत जान के हमसे नाटक बनाना रे, टुपी टुपी टप टप, टुपी टुपी टप टप, ना दिन दिन ना छोटा बच्चा जान के ना कोई आंख दिखाना रे, अकल का कच्चा समझ के हमको ना समझाना रे, जरा सा महसूस हुआ एक लाइफ की गाड़ी ने कस के मारा ब्रेक, हो रहा है क्यों कंफ्यूज मेरे दिल, मशवरा मेरा तू आजमा के देख, यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक बेटा। मसल फुलाना थोड़ी बॉडी बनाना, तेरे चिकन निकालो तेज कमल की फसल उगाना, अरे रे रे अबे चल बेटा शुरू हो जा शुरू, बगल उठा के थोड़ा दियो लगाना, किसी बगल वाली को मर्दानी खुशबू सुनाना, चल ऊपर से दो बटन ढीले करके बताना, वालों वाला सीना दिखाना, वालों वाला सीना दिखाना, परसों तलक तू साइकिल पे घुमा है, हाईवे पे मोटर साइकिल भगा के देख, स्पीड में तुझको अगर सर्दी लगे तो सीट पे पीछे लड़के बिठा के देख, यही उम्र है कर ले गलती से मिस्टेक, यही